പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ടവരെ, ഈയൊരു ദിനത്തിൻ്റെ ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്നുള്ള പ്രാർത്ഥനയുടെ വിചിന്തന വിഷയമെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ അനുദിന ജീവിതത്തിലെ കുരിശുകൾ എങ്ങനെ സഹിക്കുകയും വഹിക്കുകയും ചെയ്യുന്നതിനെപ്പറ്റി ഒരു ചെറിയ ചിന്ത നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ കണ്ണുകളിൽ നിന്നും ആ വചനത്തിലൂടെ നമുക്ക് വിചിന്തന വിഷയമാക്കാം. സ്നേഹനാഥനായ ഈശോയെ, ക്രൂശിതനായ രക്ഷക, ഞങ്ങളുടെ അനുദിന ജീവിതത്തിൽ നിരന്തരമായി പ്രതിസന്ധികളും കുരിശുകളും ഉണ്ടാകുമ്പോൾ അതിനെ അഭിമുഖീകരിച്ച് ജീവിക്കുവാനുള്ള വലിയ പാഠമാണല്ലോ ദിവ്യകാരുണ്യത്തിലൂടെയും നിൻ്റെ പരസ്യ ജീവിതത്തിലൂടെയും നീ ഞങ്ങൾക്ക് നിരന്തരമായി ബലം നൽകുകയും പ്രബോധിപ്പിക്കുകയും വചനത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഈ വചനാധിഷ്ഠിതമായ നിൻ്റെ കുരിശ് രൂപത്തെ നോക്കിക്കണ്ട് ആയിരക്കണക്കിന് മനുഷ്യർ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാരം സ്വമേധയെ ഏറ്റെടുക്കുകയും സ്നേഹത്താൽ അത് ചുംബിക്കുകയും അങ്ങനെ രക്ഷാകരമാക്കി ചുരുക്കുകയും ചെയ്യുന്ന ഒരു വലിയ സത്യമാണല്ലോ ഈ ജീവിതവും ഈ കുരിശ് രൂപവും ഈ ദിവ്യകാരുണ്യവും. നിരന്തരമായി അർപ്പിക്കുന്ന ബലിയും ഈ വലിയ പാഠം ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. നാഥ, അതിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെ തുറക്കുവാൻ, ഞങ്ങളുടെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന അനുദിനം ഞങ്ങൾ ഏറ്റെടുക്കുന്ന കുരിശുകൾ, സഹിക്കേണ്ടി വരുന്ന യാഥാർത്ഥ്യങ്ങൾ, അത് സത്യമായും നിന്നെ മുന്നിൽ കണ്ടുകൊണ്ട് സന്തോഷത്തോടെ രക്ഷാകരമാക്കി അഭിമുഖീകരിക്കുവാനും അതിൽ നിന്നും ഫലങ്ങൾ ശേഖരിക്കുവാനുമുള്ള വലിയ കൃപ ഞങ്ങളുടെ വ്യക്തിത്വങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായി ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 28-ാം വാക്യത്തിൽ കർത്താവ് അരുളി ചെയ്യുന്നത് പ്രകാരമാണ്: എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ തൻ്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതിൽ നിന്നും ഒരു ചിന്ത നമ്മൾ മനസ്സിൽ സൂക്ഷിക്കുകയും കൊണ്ടു നടക്കുകയും നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്തുകയും ചെയ്യുന്നത്, ആ വചനത്തിൽ തെളിയുന്നത് ഒരു വലിയ സത്യമുണ്ട്, വലിയൊരു വിചിന്തനമുണ്ട്. അതിപ്രകാരമാണ്: നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ദുഃഖങ്ങളെ, നമ്മൾ അഭിമുഖീകരിക്കുന്ന ശാരീരികവും മാനസികവും വൈകാരികവുമായ പല പ്രതിസന്ധികളും ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മൾ അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അതിനെ എങ്ങനെ കുലീനമായിട്ട് നമുക്ക് ആ ജീവിതത്തെ കുറുകെ കടക്കാം എന്നതിനെപ്പറ്റി ഒരു ചിന്ത നല്ലതാണ്. എങ്ങനെ നമുക്ക് കുലീനമായിട്ട് ഇതിനെ ഏറ്റെടുക്കാൻ പറ്റും? പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളെ മാറ്റി നിർത്തുക സാധ്യമല്ല. ഒരു മനുഷ്യനാണോ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിപരീത ദശയിൽ ദുഃഖങ്ങളും ആകുലതകളും ഉത്കണ്ഠകളും കുരിശുകളും ഒന്നിനു പുറകെ ഒന്നായി നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അത് ദാമ്പത്തിക ജീവിതമാകാം, കടബാധ്യതയാകാം, മക്കളെ പറ്റിയുള്ള പ്രശ്നങ്ങളാകാം, രോഗപീഠകളാകാം. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു മനുഷ്യനാണോ ഈ ലോകത്തിൽ ജനിച്ച എല്ലാവരും ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ട ചില നെഗറ്റീവായ അവസ്ഥകളുണ്ട്. അതുതന്നെയാണ് കർത്താവ് പറയുന്നത്, അനുദിനമുള്ള കുരിശുകൾ വഹിച്ചേ പറ്റുള്ളൂ. ഇത് കുലീനമായിട്ട് എങ്ങനെ എനിക്ക് വഹിക്കാൻ പറ്റും എന്നതിനെപ്പറ്റി ഒരു ചിന്തയാണ്. അതായത് പ്രിയപ്പെട്ടവരെ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇതിനെ മാറ്റി നിർത്തുക സാധ്യമല്ല, ഇതിന് വിധേയപ്പെട്ട് ജീവിക്കുക എന്നൊരു സത്യം കൂടിയുണ്ട്. അതിനോടൊപ്പം സഞ്ചരിക്കുക എന്ന് പറയും. ദിവ്യകാരുണ്യ കണ്ണുകളിലേക്ക് നോക്കി, കുരിശ് രൂപത്തിലേക്ക് നോക്കി, തിരുവചനത്തിലേക്ക് നോക്കി, ജപമാല കൈകളിലെടുത്ത് നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള ജപം ചൊല്ലി വളരെ പോസിറ്റീവായ രീതിയിൽ ഇതിനോടൊപ്പം സഞ്ചരിക്കുക, കുരിശിനോടൊപ്പം സഞ്ചരിക്കുക എന്ന് പറയും. അതിനു വിധേയപ്പെട്ടുകൊണ്ട് ജീവിതത്തെ കൊടുത്തുകൊണ്ട് രക്ഷാകരമാക്കി തീർക്കുന്നതാണ് കർത്താവ് പഠിപ്പിക്കുന്ന ഈയൊരു എന്നോടൊപ്പം നിങ്ങൾ ആ കുരിശെടുത്ത് വരിക എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ചില പ്രശ്നങ്ങളിൽ നമ്മൾ നട്ടം തിരിയുക, വട്ടം കറങ്ങുക എന്നൊക്കെ പറയും. അപ്പോൾ നമുക്ക് ഇത് അഭിമുഖീകരിക്കുന്നവരെയും നമ്മളെ തന്നെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ച്
നമുക്ക് ചെയ്യാൻ, മറ്റുള്ളവർ ഇത് സഹിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. അവരുടെ അടുത്ത് ചെല്ലുകയോ ഫോൺ വിളിക്കുകയോ ഒക്കെ ചെയ്തിട്ട് ഞാൻ കൂടെയുണ്ടെന്ന് പറയുന്നത് അത് വലിയൊരു ആശ്വാസമാണ്. അതുമാത്രമാണ് ഇത്തരത്തിലുള്ള ജീവിതങ്ങളിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ അനുഭവിക്കുമ്പോൾ ഇതിനോടൊപ്പം സഞ്ചരിക്കുക, ക്രൂശിത രൂപത്തെ നോക്കി, അപ്പോഴത് കുലീനമായി ജീവിക്കുക എന്നൊക്കെ പറയും. ആവലാതിയും പരാതികളും കൂടാതെ എല്ലാ മനുഷ്യർക്കും വ്യത്യസ്തമായ കുരിശുകളാണ്. അത് അഭിമുഖീകരിക്കുവാൻ അതിനോടൊപ്പം സഞ്ചരിക്കുക. കർത്താവിൻ്റെ കണ്ണിൻ്റെ ആ കടാക്ഷത്തിൻ്റെ ബലത്താൽ നമ്മെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ, കുരിശുകളും ദുഃഖങ്ങളും ആകുലതകളും ഉണ്ടാകുമ്പോൾ നഷ്ടധൈര്യരാകാതെ, ആകുലപ്പെടാതെ, നിരാശപ്പെടാതെ നിന്നിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുവാൻ ഞങ്ങളുടെ മനസ്സിനെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപയൊഴുകട്ടെ കർത്താവേ, സ്വർഗം തുറക്കണമേ. ദിവികാരുണ്യ കണ്ണുകളിലൂടെ ഞങ്ങളിലേക്ക് വലിയ കൃപ ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരിക വേദനകൾ അനുഭവിക്കുന്നവർ, കിടപ്പ് രോഗികൾ, അംഗവൈകല്യം സംഭവിച്ചവർ, അതോടൊപ്പം ജന്മന തളർന്നുപോയവർ, അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളാൽ കഴിയുന്നവർ, കുടുംബത്തിൻ്റെ കടബാധ്യത കൊണ്ട് മാനസികമായി തകർന്നവർ, വിവാഹ ജീവിതത്തിൻ്റെ ബന്ധങ്ങൾ തകർന്നവർ, കർത്താവേ, ഇങ്ങനെ പോകുന്ന ദുരിതപൂർണമായ അവസ്ഥകൾ, പഠിച്ചിട്ട് ജോലിയില്ലാത്ത അവസ്ഥ, തൊഴിലില്ലായ്മ, വിസയ്ക്ക് വേണ്ടി വർഷങ്ങളോളം കാത്തിരിക്കുക, അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ മാഫിയ ഇന്ന് വർക്ക് ചെയ്യുന്നത്, ഇന്ന് ആയിരിക്കുന്ന അവസ്ഥ നമുക്കറിയാം. ഏജൻസികൾ വാങ്ങിക്കൂട്ടിയിരിക്കുന്ന പൈസ ആ ലക്ഷങ്ങൾ തിരിച്ചു കിട്ടാതെ കടബാധ്യതയിലായിരിക്കുന്നവർ, ഇങ്ങനെ നീളുന്ന, അതോടൊപ്പം തന്നെ പല തീവ്രവാദ മനോഭാവങ്ങൾ കൊണ്ട് ഉള്ളതും ഉള്ളും ജീവനും നഷ്ടപ്പെട്ടവർ, ഈ നമ്മളായിരിക്കുന്ന ഈ ലോകത്തിൻ്റെ തിന്മകൾ, അതോടൊപ്പം തന്നെ സൊസൈറ്റിയിലെ മറ്റു തിന്മകൾ, മയക്കുമരുന്നിന് വിധേയപ്പെടുന്നവർ, ജീവിതം പാതിവഴിയിൽ പൊരിഞ്ഞുപോയവർ, അകാല മരണത്തിന് വിധേയപ്പെട്ട കുടുംബങ്ങൾ, ഇങ്ങനെ ഒറ്റപ്പെടലുകളും വേദനകളും അനുഭവിക്കുന്ന എല്ലാവരെയും ദിവ്യകാരുണ്യനാഥൻ്റെ കരങ്ങളിലേക്ക്, ഈ പ്രകാശത്തിലേക്ക്, ഈ ജ്വലനത്തിലേക്ക്, ഈ അതിജീവനത്തിൻ്റെ വലിയ യാഥാർത്ഥ്യമാകുന്ന ഈ ഒരു കുദാശയിലേക്ക് നിങ്ങളെല്ലാവരെയും സമർപ്പിക്കുന്നു. കർത്താവേ, കൃപയൊഴുകണമേ എന്ന് അപേക്ഷിക്കാം. ഉദ്ധിതൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് ഈ നഷ്ടപ്പെട്ട ജീവിതങ്ങൾ മുഴുവനും, മാനസികമായി മരണപ്പെട്ട് കഴിയുന്നവരെ മുഴുവനും കർത്താവ് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരട്ടെ. പരിശുദ്ധ കുർബാനയുടെ അഭിഷേകത നിറയട്ടെ. യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. മഹത്വം കർത്താവേ, മഹത്വം. രക്ഷിക്കണമേ കർത്താവേ, നീ ഇറങ്ങി വരട്ടെ കർത്താവേ. ഇങ്ങനെയുള്ള ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ ഓരോരുത്തരുടെ കുടുംബങ്ങളിലേക്കും നിന്റെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേകമായ ഇടപെടൽ വഴി, പുണ്യാളച്ചന്റെ മാധ്യസ്ഥം വഴി വലിയ കൃപ ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. ആരാധിച്ചിടാം, താണുവണങ്ങിടാം, ആശ്രയിച്ചിടാം ദിവ്യകാരുണ്യത്തെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ കുർബാനയുടെ അഭിഷേകവും നിങ്ങളിൽ വന്ന് നിറഞ്ഞ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന.